മാണി സാറിന് കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി. കെ മാണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ജന്മനാട്ടിലേക്ക് ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പാലായിലെ വസതിയിൽ AICC പ്രതിനിധികളായ മുകുൾ വാഷ്നിക്, KC വേണുഗോപാൽ എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു. 2 മണിവരെ വസതിയിൽ പൊതുദർശനം തുടരും. 3 മണിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് അവിടുത്തെ അവസ്ഥ? പാലയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് നൂറുകണക്കിന് ആൾക്കാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർ മുതൽ പൗരപ്രമുഖർ വരെ, ജനനേതാക്കൾ വരെ, അഭിനേതാക്കൾ വരെ, സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലിരിക്കുന്നവർ വരെ ഒരുപാട് പേര് പാലയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കെ മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നടൻ മമ്മൂട്ടിയും എത്തി. പാലയിലെ വസതിയിലെത്തിയാണ് മമ്മൂട്ടി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പക്ഷേ പ്രായത്തെ അതിജീവിക്കുന്ന ഒരു ഊർജ്ജം ഉണ്ടായിരുന്നത് മാണി സാറിൻ്റെ പ്രായം എപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. ഇത്രത്തോളം ജീവിതത്തോട് വളരെ യൗവനമുള്ള ഒരു സമീപനമുള്ള ആളായിരുന്നു. ഇത്രയും ചരിത്രമുള്ള ഒരു MLA എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിലേക്ക് ഇത്രയും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് മാണി സാർ ഒരു വലിയ ഓർമ്മയാണ്. മാണി സാറിൻ്റെ വിടവായിട്ട് തന്നെ നിലനിൽക്കും. അദ്ദേഹത്തിന് നഷ്ടം ഒരു നഷ്ടം തന്നെയാണ്. ഇപ്പോൾ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പാലയിലെ വസതിയിലേക്ക് ഇപ്പോഴും നൂറുകണക്കിന് ആൾക്കാർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ വ്യക്തം. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. ഗോപി, ആളുകൾ അണമുറിയാതെ എത്തിക്കൊണ്ടിരിക്കുന്നു. KM മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. മാണിക്ക് പാലാ നിവാസികൾ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയവർ, കേരള കോൺഗ്രസ് പ്രവർത്തകർ, KM മാണിയുമായി ആത്മബന്ധമുള്ളവർ, അങ്ങനെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഒക്കെ തന്നെയും ഇവിടെ മാണിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാണിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ AICC പ്രതിനിധികളായി മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ എന്നിവർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പുഷ്പചക്രം അർപ്പിച്ചു. ധനമന്ത്രി തോമസ് ഐസക്, സിനിമാ താരം മമ്മൂട്ടി, MP വീരേന്ദ്രകുമാർ എന്നിവരും മുൻ മന്ത്രി KP മോഹനൻ, R ബാലകൃഷ്ണപിള്ള, രഞ്ജി പണിക്കർ, ഭദ്രൻ തുടങ്ങി വിവിധ നേതാക്കളുടെയും താരങ്ങളുടെയും ഒക്കെ നീണ്ട നിര തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത്. കൂടുതൽ നേതാക്കളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരവും. 3 മണി വരെ, 2 മണി മുതൽ 3 മണി വരെയാണ് ശുശ്രൂഷ പ്രാർത്ഥനകൾ ഉണ്ടാകുക. രാവിലെ മുതൽ തന്നെ വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാരും ബിഷപ്പുമാരും ഒക്കെ എത്തി ഓരോ സഭകളുടെയും നേതൃത്വത്തിലുള്ള പ്രാർത്ഥനകൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അത് തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുക. പാലാ കത്തീഡ്രൽ പള്ളിയിൽ ഇതിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു. എന്തായാലും 3 മണിയോടുകൂടിയായിരിക്കും ഇവിടെ നിന്ന് വിലാപയാത്രയായി നഗരി കാണിക്കൽ ചടങ്ങോടുകൂടി സംസ്കാരം വേദിയായ പാലാ കത്തീഡ്രൽ പള്ളിയിലേക്ക് KM മാണിയുമായുള്ള വിലാപയാത്ര പോവുക. എന്തായാലും ഇപ്പോൾ വലിയ നീണ്ട നിര തന്നെ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ കാണാം. ഗോപി, പാലയിലെ വസതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ അണമുറിയാതെ ജനപ്രവാഹമാണ്. മാണി സാറിന് യാത്രയപ്പ് നൽകാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വസതിയിലേക്ക്.
പാലയിൽ നിന്ന് അനീഷ് കൂടി ചേരുന്നു. അനീഷ്, അല്പം മുമ്പ് ശ്രീത്ത് സൂചിപ്പിച്ച പോലെ അണമുറിയാത്ത ജനപ്രവാഹമാണ്. അതും സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽപ്പെട്ടവരുമുണ്ട്. സാധാരണക്കാർ മുതൽ ഉന്നതർ വരെയുണ്ട്. എന്താണ് അവിടെ നിന്ന് അനീഷ് കാണുന്നത്? ഭൂഷണം തീർച്ചയായും അണമുറിയാത്തൊരു ജനപ്രവാഹം തന്നെയാണ് ഇവിടേക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കെ എം മാണിയുടെ വസതിയുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ബൈപ്പാസ് റോഡിലാണ്. ഈ ബൈപ്പാസ് റോഡ് വീടിൻ്റെ മുന്നിൽ നിന്നും ഉള്ള ദൂരം വരെയും ആളുകൾ ഇങ്ങനെ വരിയായി കെ എം മാണിയെ ഒരു നോക്ക് കാണുവാനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് പാലായിൽ നിന്ന് മാത്രമുള്ള ആളുകളല്ല, കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കമുള്ള ആളുകൾ മാണി സാറിനെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നു. 2 വരിയായാണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത്. നേരത്തെ രാവിലെയൊക്കെ ഒരു വരിയായാണ് ആളുകളെ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 വരിയായി ആളുകളെ കടത്തിവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഓരോ മിനിറ്റ് കഴിയുന്തോറും ഈ വരിയുടെ വലിപ്പം വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 100 കണക്കിന് വാഹനങ്ങളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങൾ തന്നെ പോലീസ് കെ എം മാണിയെ അവസാനമായി കാണാൻ എത്തുന്നവർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ വളരെ സുഗമമായി വരുന്നവർക്കെല്ലാം മാണിയെ കാണാനുള്ള അവസരം ഒരുങ്ങുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഗോപി, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കടുത്ത ചൂടിലും അതിനവഗണിച്ചുകൊണ്ട് പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി നീണ്ട വരി നിൽക്കുന്ന അണികളെ, അദ്ദേഹത്തിൻ്റെ ആരാധകരെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയാണ് കാണുന്നത്. അണമുറിയാത്ത ജനപ്രവാഹം മാണി സാറിനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി. പറ.
ഈ സ്വഭവനത്തിലെ പൊതുദർശനം 11:45 വരെയാണ്. ഇനിയും മാണിസാറിന്റെ ഭൗതിക ശരീരം സന്ദർശിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ബഹുമാനായ ജോസഫ് അച്ഛൻ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് KM മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ പാലായിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.